അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടു പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ഉപാസകരെയും തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്തോളും. വളരെ വിജയകരമായ നമ്മുടെ ലളിത സഹസ്രനാമ ജപയജ്ഞം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രയോ എത്തിക്കുന്നു അത്രയും ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. കാരണം ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ അറിവും ഈ അനുഗ്രഹവും കിട്ടിയാൽ അവരുടെ ഉപാസനയിലേക്ക് അവരുടെ ഉപാസനയിൽ ലഭിക്കുന്ന പുണ്യത്തിന്റെ ഒരു പങ്ക് നമുക്കും ലഭിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം അവരുടെ ആ ഒരു ദേവിയുടെ കടാശം അവരിലേക്ക് ചെല്ലുമ്പോൾ ദേവിയുടെ അനുഗ്രഹം നമ്മളിലൂടെയാണ് അവരിലേക്ക് ചെല്ലുന്നത്. ഗുരുപരമ്പരയെ ഓർക്കുമ്പോൾ അറിയാതെ നമ്മളെ അവർ ഓർക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അറിവ് ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ പോലും യഥാർത്ഥത്തിൽ അറിവ് ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, ലളിതാശ്രാമയജ്ഞം ജപം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും ഇതിന്റെ വാല്യൂ അറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ചയിലെ പ്രോഗ്രാമിൽ കാദംബരി പുഷ്പങ്ങൾ ഒരു കാര്യം പറയാനുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. അതാ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരികയാണ്, അങ്ങനെ വിളിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ആ കാദംബരി പുഷ്പം ദേവി ചെവിയിൽ ചൂടിയിരിക്കുന്നു എന്നുള്ള നാമം പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ആ കാദംബരി എന്നൊരു കുട്ടിയുടെ കാര്യം മെസ്സേജ് വന്നത് പറഞ്ഞിരുന്നു. രഘുനാഥ് സാറ് പറഞ്ഞിരുന്നു, ആക്സിഡന്റ് ആയ കുട്ടിയുടെ. അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം. ഗുരുനാഥ നമസ്തേ, ശ്രീമാത്രേ നമ. അതായത് വെന്റിലേറ്ററിലായിരുന്നു ഈ 5 വയസ്സായ കുട്ടി. കാദംബരി എന്നായിരുന്നു പേര്. അതായത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്നു. അറിയുന്ന കുടുംബമാണ്. അപ്പൊ ഒരു വാര്യർ കുടുംബത്തിൽ നിന്നും വന്ന ഒരു പെൺകുട്ടിയാണ്. 3 പേർക്ക് ഒന്നിച്ച് അപകടം പറ്റുന്നു. 3 പേരും ഹൈലി സീരിയസ്. പെൺകുട്ടിയാണെങ്കിൽ വെന്റിലേറ്ററിൽ. അപ്പോ ഉടനടി സർജറി വേണമെന്ന് പറയുന്നു. ആ സമയത്താണ് എനിക്ക് മെമ്മറിയിലേക്ക് ഗുരുനാഥന്റെ ക്ലാസ് നടക്കുന്നത് അറിയുന്നത്. അതപ്പാട് ഞാൻ മെസ്സേജ് അങ്ങ് പാസ് ചെയ്തു. അപ്പോ നമ്മുടെ ഗുരുപരമ്പരയും ദേവിയും ഒന്നിച്ച് ആ കുട്ടിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടം വരുന്നത് പറയുമ്പോൾ തന്നെ. കാരണം അതൊരു പവർഫുൾ ആയിട്ട് എല്ലാവരും കൂടെ എത്തിച്ചു. ആ കുട്ടി വെന്റിലേറ്ററിൽ നിന്ന് ഇപ്പൊ നേരെ റൂമിലേക്ക് വന്ന് 2 ദിവസത്തിനുള്ളിൽ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യും. അതിനുശേഷം കുറച്ച് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി കുട്ടിയെ ഒരാൾ മാത്രം നോക്കിയാൽ മതി എന്നാ പറയുന്നത്. ഏതായാലും കുട്ടി പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേര്, അതുപോലെ തന്നെ ഗുരുനാഥൻ പറഞ്ഞ ക്ലാസ്സിലെ കാദംബരി എന്ന് പറയുന്ന കുട്ടിയുടെ ചെവിയുടെ പിറകിൽ ഒരു പൂവ് വെച്ച കാര്യം പറയുമ്പോൾ ഞാൻ കണ്ട കാഴ്ച കുട്ടിയുടെ ആ ചെവിയുടെ പിറകില് രക്തം അങ്ങനെ ഒരു കട്ടയായിട്ട് അവിടെ കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഗുരുനാഥ. അപ്പൊ ആ രീതിയിൽ ഗുരുനാഥൻ ആ ക്ലാസ് എടുത്തത് പിന്നീടാണ്, ഞാൻ ഇപ്പോഴാണ് യൂട്യൂബിലൂടെ അത് ഫുൾ കേട്ടത്. അപ്പോ ഇതിലും ദേവി ഒന്നിച്ച് അവിടെ വന്ന് അനുഗ്രഹിച്ച് ഗുരുപരമ്പരയുടെയും ഗുരുനാഥന്റെയും ദേവിയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. അത് ഏറെ സന്തോഷമുണ്ട്. ഇനിയും ആളുകളുടെ പ്രാർത്ഥന വന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത്രയും ആളുകളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാവും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും ഗുരുനാഥ്, അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഓരോരുത്തരും ദേവിയെ മുറുകെ പിടിക്കുക എന്നൊരു ഒറ്റ പ്രാർത്ഥനയെ വേണ്ടു. വളരെ സന്തോഷം ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ. കാരണം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അനുഭവങ്ങൾ കിട്ടിയവർ പറയുമ്പോൾ എല്ലാവർക്കും ഉപാസിക്കാൻ ഒരു മോട്ടിവേഷനാണ്. പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അത് റെഡിയായി, ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ ശ്രമിച്ചെത്തിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു ജോലി കിട്ടിയെന്നൊക്കെ. പക്ഷെ അവര് ഓപ്പൺ ആയിട്ട് ഗ്രൂപ്പിലിടുക, ഇവിടെ ഒന്നും സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ദേവിയുടെ ഒരു ശക്തിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊരു മാതൃകയാവട്ടെ. സാറ് കാണിച്ചുകൊണ്ട് ധൈര്യം എല്ലാവരും കാണിക്കണം. നല്ല കാര്യം ഇങ്ങനെ പറയുമ്പോൾ ദേവി കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉറക്കിയല്ലേ. മടിക്കേണ്ട കാര്യം എന്താണ്? കള്ളത്തരമല്ലല്ലോ പറയുന്നത്, അല്ലേ?
കുട്ടി മരിച്ചു എന്നുള്ള ധാരണയിലായിരുന്നു നമുക്ക് തന്നിരുന്നത്. ആ വിവരത്തിൽ നമ്മളൊരു പ്രാർത്ഥന നടത്തട്ടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഇത് ഓർമ്മ. വൈഫും പറഞ്ഞു എന്തായാലും ഗുരുനാഥനൊരു മെസ്സേജ് ഇട്ട്. അങ്ങനെ വിറക്കുന്ന കേളോട് ഇട്ട മെസ്സേജാണത്. ഏതായാലും ഗുരുപരമ്പരയുടെ ആ ഒരു ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ പ്രാർത്ഥന എല്ലാവരുടെയും കൂട്ടപ്രാർത്ഥനയിൽ അത് നന്നായി. തീർച്ചയായിട്ടും സന്തോഷം. അപ്പം എല്ലാ ആഴ്ചയിലും ഈ പറഞ്ഞിട്ട് നമ്മള് അതുപോലെ ഇന്ന് വേറെന്തോ പറയാൻ പറഞ്ഞിരുന്നല്ലോ, വേറെന്തോ അതെന്ന് പറഞ്ഞത് വൈഫിന്റെ ചേച്ചി നമ്മുടെ ഇതുപോലെ തന്നെ ഈ ദീക്ഷ എടുത്തതാണ്. ചേച്ചി അന്ന് ഗുരുനാഥനെ കാണാൻ കണ്ണൂർ വന്നായിരുന്നു. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് തിരിച്ചുപോയി. അതായത് 4 കിലോളം വെയിറ്റുള്ള കുട്ടിയായിരുന്നു. അവര് നോർമൽ ആക്കാൻ ശ്രമിച്ചു. കുട്ടിയെ വലിച്ച് കുട്ടിയുടെ തല പുറത്തേക്ക് വന്നു, കൈ മാത്രം ഷോൾഡർ മാത്രം അവിടെ കുടുങ്ങിപ്പോയി. പിന്നെ കുട്ടിയെ വലിച്ചെടുക്കാതെ വേറെ വഴിയില്ല. അപ്പൊ വലത് കൈ അങ്ങനെ ചലനശേഷി ഇപ്പം ഒരു നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ളത്. അവരിപ്പം നാളെ അവര് ഗംഗാ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇത് അടുത്ത പ്രാർത്ഥന നമ്മളെല്ലാവരും കൂട്ടപ്രാർത്ഥന ഒന്നും കൂടി നടത്തിക്കൊണ്ട് ആ കുട്ടിയുടെയും കാര്യത്തിലൊന്ന് ചലനശേഷി തീർച്ചയായിട്ടും എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ആൺകുട്ടിയാണ്, അവിട്ട നക്ഷത്രം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പേര് തന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കും. ഇന്നത്തെ നമ്മുടെ നാമം താളങ്ക യുഗുലീഭൂത തപനോടുപമണ്ഡല. താടങ്കം എന്ന് പറഞ്ഞാൽ ദേവിയുടെ കർണാഭരണങ്ങളെയാണ് പറയുന്നത്. തോട എന്നൊക്കെ നമ്മൾ പറയുന്നത്. താടങ്ക യുഗുലീഭൂത, യുഗലി എന്ന് പറഞ്ഞാൽ 2 ഭൂത ഭവിച്ച. താടങ്ക യുഗുലീഭൂത തപന എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. ഉടുപ എന്ന് പറഞ്ഞാല് ചന്ദ്രനാണ്. ഉടുപ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. മണ്ഡല അതായത് ആ വൈബ്രേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ മണ്ഡലം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ദേവിയുടെ ചന്ദ്രനും സൂര്യനും ആഭരണങ്ങളായിട്ട് ധരിക്കുന്ന ഒരു വ്യക്തിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ എത്ര വലിപ്പം ഉണ്ടാവും അവിടുന്ന്. നമ്മളിത് ചുമ്മാ ഒരു ചുമ്മാ ഒന്ന് ഒരു രസം സങ്കല്പിച്ച് നോക്കി. ഇവിടുന്ന് ചന്ദ്രൻ എത്ര പൊക്കത്തിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? എത്ര ഹൈറ്റ് ഉണ്ടാവും ചന്ദ്രനിലോട്ടുള്ള ദൂരം? കൃത്യമായി ഋഷിമാർ അളന്നിട്ടുണ്ട്. ഇന്നത്തെ സയൻസ് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ യോജനയൊക്കെ വെച്ച് പഴയ രീതിയിലുള്ള കണക്ക് കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ പക്കയാണ്. അതെങ്ങനെ ചുമ്മാ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഇത്രയും ദൂരം ഉണ്ടെന്ന് അളന്നെന്നുള്ള ഇപ്പോഴും അത്ഭുതമാണ് ഋഷിമാർക്ക്, മോഡേൺ സയന്റിസ്റ്റുകൾക്ക്. അപ്പം ആലോചിച്ച് നോക്കി, ഇവിടുന്ന് അത്രയും ദൂരം ഉള്ള അപ്പൊ അതിന്റെ വലിപ്പം ഇവിടുന്ന് കാണാൻ പറ്റുമെങ്കിൽ അതിന്റെ വലിപ്പം എന്തായിരിക്കും ശരിക്കും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ? അപ്പൊ ഇത്രയും വലിപ്പമുള്ള അത് ധരിച്ചിരിക്കുന്ന ആളുടെ ഉയരം എന്തായിരിക്കും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ? ആ സൂര്യനെയും ചന്ദ്രനെയും ആഭരണങ്ങളാക്കി ഇരിക്കുന്ന ദേവി. അപ്പൊ ദേവിയുടെ കണ്ണുകളെ കുറിച്ചും വേറെ നാമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദേവിയുടെ സ്ഥലങ്ങളെ കുറിച്ചും ഇങ്ങനെ പറയുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരാണ്. എന്താണ് ഈ സൂര്യചന്ദ്രന്മാർക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്? അപ്പൊ നോർമലി അന്നമയ കോശത്തില് അത്രയും വലിപ്പത്തിലുള്ള, അത്രയും ഭംഗിയുള്ള, അത്രയും പ്രകാശമുള്ള ദേവി എന്നുള്ള സങ്കല്പം, ആ വലിപ്പം, ആ ദേവി എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസം, ഇത്രയും വലിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നവന്? അത് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. പ്രപഞ്ചം നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ലോജിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടി ജീവിച്ചു പോകേണ്ടി വരും. അപ്പോൾ നമ്മളിത് അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും ആ ദേവത. അപ്പൊ അന്നമയ കോശത്തിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. മനോമയത്തിൽ ഈ മാനസിക ശക്തി നമുക്ക് ലഭിക്കുന്നു ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ദേവത എന്ന് പറയുന്നത്. അന്നമയത്തിൽ ദേവിയുടെ രൂപത്തിൽ ഈ 2 കർണാഭരണങ്ങളെ പറയുന്നു. സൂര്യനും അന്നമയ കോശത്തിൽ തന്നെ, സൂര്യനും ഉള്ള അന്നമയ കോശത്തിലാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. നമ്മുടെ ശരീരം സൂര്യന് ലൈറ്റ് എനർജി, ഹീറ്റ് എനർജിയാണ് നമ്മുടെ ശരീരം. കത്തിച്ചാൽ പുറത്തേക്ക് വരുന്നത് ലൈറ്റ് എനർജി, ഹീറ്റ് എനർജിയാണ്. പ്രകാശവും ചൂടും അത് സൂര്യനിൽ നിന്ന് ചെടികൾക്ക് കിട്ടി. ആ ചെടികളെ കത്തിച്ചാൽ അത് തന്നെ വരും. ആ ചെടികൾ തിന്നുന്ന ജീവികളെയോ ചെടികളെയോ അതിന്റെ ഫലങ്ങളെയോ നമ്മൾ കഴിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നതും ഈ സൂര്യൻ തന്നെയാണ്. നമ്മളൊക്കെ സഞ്ചരിക്കുന്ന സൂര്യന്മാരാണ്. നമ്മളെ കത്തിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജിയാണ് വെളിയിൽ പോകുന്നത്. സൂര്യൻ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജിയാണ്. അപ്പൊ നമ്മളൊക്കെ സൂര്യന്മാരാണ്. അപ്പം ഈ സൂര്യനും ചന്ദ്രനും എന്താണ് ഇവിടെ സൂര്യനും ചന്ദ്രനും എന്ന് മനസ്സിലാക്കണം. ഈ അടിക്കടി പറയും. നമുക്ക് 3 നാഡികൾ, ശിവസ്വരോദയം, ശരചിന്താമണി എന്നൊക്കെ പറയുന്ന ശരനൂർ ശാസ്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്വരശാസ്ത്രം,
നമ്മുടെ ശ്വാസത്തെ സംബന്ധിച്ചുള്ള ശാസ്ത്രം ഹഠയോഗ പ്രദീപികയിലും ഖേരണ്ട സംഹികയിലും ഒക്കെ ഈ ശ്വാസത്തെ പ്രധാനമായിട്ട് പറയും. കാരണം എല്ലാം ശ്വാസം. അപ്പം ഒരു ദിവസം 21,600 ശ്വാസം നമ്മൾ വിടുന്നുണ്ട്. അപ്പം ഈ ശ്വാസം 21,600 ശ്വാസം വിടുന്നു. അതിന്റെ 1,800 ശ്വാസം ഇട, 1,800 ശ്വാസം പിങ്കള എന്നൊക്കെ പറയും. അപ്പൊ ഈ ശ്വാസം ഇട, പിങ്കള, സുഷുമ്ന 3 നാഡികളിലൂടെ ആണ് പ്രാണൻ സഞ്ചരിക്കുന്നത്. പ്രാണനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ശ്വാസമാണ്. അതായത് ശരീരത്തിലെ സിമ്പതറ്റിക് സിസ്റ്റം, പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്നൊക്കെ മോഡേൺ സയൻസ് പറയുന്ന സംവിധാനം. അത് പിങ്കള നാഡി, സൂര്യനാഡിയാണ്. ഈ സൂര്യനാഡി ആക്റ്റീവ് ആവുമ്പോഴാണ് കൂടുതൽ സ്ട്രോങ്, ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് ഉണ്ടാവുന്നത്. സിമ്പതറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവുന്നത്, നമുക്ക് ഫ്ലൈറ്റ് ഓർ ഫൈറ്റർ റെസ്പോൺസിലേക്ക് ബോഡി മാറുന്നത്. നമ്മുടെ ആനിമൽ ബോഡിയാണ്. ഒരു സിംഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കി, ഹാർട്ട് ബീറ്റ്സ് കൂട്ടി, ശരീരത്തിലെ രക്തത്തിലെ അഡ്രിനാലിൻ ആക്റ്റീവായിട്ട്, അഡ്രിനൽ ഗ്ലാൻഡ് ആക്റ്റീവായിട്ട് അഡ്രിനാലിൻ ഉത്പാദിപ്പിച്ച് രക്തത്തിലെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിക്കൊണ്ട് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് പമ്പ് ചെയ്യും. എന്തിനാണ്? യോടാനോ യുദ്ധം ചെയ്യാനോ വേണ്ടിയിട്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഗ്ലൂക്കോസ് തരത്തില്ലേ, പഞ്ചാരപ്പൊടി പോലെ എന്നൊക്കെ നമ്മൾ പറയും, വെള്ളപ്പൊടി. അപ്പൊ അത് എന്തിനാണ്? പിള്ളേർ കറങ്ങി വീഴാതിരിക്കാനൊക്കെ, എനർജി കിട്ടാണ് അല്ലെ. എനർജിയാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് എക്സസൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നില്ല, അവിടെ സ്റ്റോർ ചെയ്തിട്ട് ട്യൂമേഴ്സ് ആയിട്ട്, ക്യാൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഈ എപ്പോഴും സ്ട്രെസ് അടിക്കുന്ന ആളിന് ഈ ഗ്ലൂക്കോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ അമിതവണ്ണമായി, അല്ലെങ്കിൽ ഈ ട്യൂമറുകളായി, അതുപോലെ ഒരുപാട് അസുഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, രക്തക്കോലുകൾ കട്ടി കൂടിയിട്ട് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് ഇതൊക്കെ ഉണ്ടാവും. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ ആവശ്യമില്ലാതെ കൊടുക്കുന്ന സ്ട്രെസ്സാണ്. സ്ട്രെസ് വരുമ്പോൾ ബ്രീത്തിങ് സ്പീഡാവും. വിഷമം വരുമ്പോ, ദേഷ്യം വരുമ്പോ, അല്ലേ? ചുമ്മാ ബ്രീത്ത് സ്പീഡിലെടുത്ത് നോക്കി, മൈൻഡ് മാറുന്നതാണ്. ചുമ്മാ ബ്രീത്ത് സ്പീഡിലെടുത്ത് നോക്കി, മനസമാധാനമായിട്ടിരിക്കുക അല്ലേ? അതിന്റെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുക. ബ്രീത്ത് സ്പീഡായി കഴിഞ്ഞാൽ മൈൻഡ് മാറി, പ്രാണൻ മാറി. പ്രാണനിൽ വിഷകല നിറഞ്ഞു. അമൃതകലയിലായിരുന്ന പ്രാണൻ വിഷകലയിലേക്ക് വന്നു, അല്ലെ? അപ്പൊ വിഷകല കൂടുമ്പോഴാണ് ബാധ വരുന്നത്. അതായത് അഡ്രിനാലിൻ കൂടുമ്പോഴാണ് ബാധ വരുന്നത്. അഡ്രിനാലിൻ ബാധ ഹോർമോണാണ്. അഡ്രിനാലിൻ കൂടും. ഡോപ്പമിൻ, സെറോട്ടോണിൻ, എൻഡോർഫിനൊക്കെ ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരും. പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന കെമിക്കൽസ് വരുമ്പോൾ നല്ല ദേവതകൾ വരും. അമൃതകല എന്ന് പറയും പണ്ട്. വിഷകല എന്ന് പറയുന്നതാണ് ഈ അഡ്രിനാലിൻ, കോർട്ടിസോൾ ഒക്കെ ബ്രെയിനിൽ വരും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അത് ഈ സ്ട്രെസ് വരുമ്പോഴാണ്. അനാവശ്യമായ സ്ട്രെസ്സിനെ എല്ലാം കളയാൻ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത്. ബാധ മാറ്റിയാൽ മാത്രം ആളുകളുടെ പ്രശ്നം മാറത്തില്ല. നിരന്തരമായ കൗൺസിലിംഗ് വേണം, മെഡിറ്റേഷൻ വേണം, ജപം വേണം, പഞ്ചകോശ ശുദ്ധി സാധന ചെയ്യണം. അല്ലെങ്കിൽ പിന്നെയും വരും. ഇപ്പൊ വേറെ ആളാന്നാ പറയണെന്ന് പറയും. അന്ന് കൃഷ്ണകുമാറാന്ന് പറഞ്ഞാൽ തുള്ളിയതെങ്കിൽ ഇന്ന് രാജലക്ഷ്മിയാന്ന് പറഞ്ഞാൽ തുള്ളുന്നത്. അത്രേ ഉള്ളൂ. മാറി, എല്ലാം മാറിയതാ. പക്ഷെ പിന്നെയും ഇപ്പൊ തുള്ളുന്നുണ്ട്. എന്താ? ഇടയ്ക്കിടയ്ക്ക് വേറെ ആളായിട്ട് തുള്ളും. അല്ലെങ്കിൽ അത് ചെള്ള പുറത്തു വരത്തില്ല, പക്ഷെ ഭയങ്കര വയലന്റ് ആയിപ്പോഴും ആള് എന്ന് പറയും. അത് കൂടുതൽ കുഴപ്പം ആള് ചെയ്യുന്നതെന്ന് വിചാരിക്കും ആൾക്കാർ. പക്ഷെ ഇയാള് പാവമാണ്. ആളുടെ ഉള്ളിൽ വരുന്ന പൊസസ്ഡ് ആകുമ്പോൾ ആ നെഗറ്റീവ് എനർജീസ് ആണ് ചെയ്യുന്നത്. വിഷകളെ കൂടിയിട്ടാണ്. പ്രാണന്റെ അമരല കൂട്ടിക്കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. മന്ത്രം ജപിക്കുമ്പോൾ ഈ ബ്രീത്തിങ്ങിന് മാറ്റം ഉണ്ടാവും. ബ്രീത്തിങ് മാറ്റം ഉണ്ടാകുമ്പോൾ പ്രാണൻ മാറും. അങ്ങനെയാണ് പ്രാണനിൽ വിഷകല കുറഞ്ഞിട്ട് അമൃതകല കൂടുന്നത് ജപിക്കുമ്പോൾ. അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക്കലായിട്ട് ജപിക്കണം. നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള രീതിയിൽ തന്നെ ജപിക്കണം, കണ്ണ് തുറന്ന് ജപിക്കണം എന്നൊക്കെ നമ്മൾ കുറെ നിബന്ധനകൾ പറയുന്നത് ദീക്ഷ എടുക്കുന്ന സമയത്ത്. ഇത് പലർക്കും കേൾക്കത്തില്ല. അവര് പിന്നെ അവരുടെ ഇഷ്ടമുള്ള രീതി ജപിക്കും. എന്നിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് രാത്രി 1 വിളിക്ക് വിളിച്ചിട്ട് ആരെ പ്രശ്നമായി അങ്ങനെ എങ്ങനെയാന്ന് പറയും. അപ്പൊ അത് കറക്റ്റ് ചെയ്യും, നിർബന്ധമാണ്. എന്നെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂ. കാരണം ശരഗതി ഇങ്ങനെ വെച്ച് നോക്കിയാൽ അറിയാം. നിങ്ങൾ ഒരു കൈ വെച്ച് നോക്കി, കൈ വെച്ചിട്ട് ഒരു മൂക്ക് അടച്ചു നോക്കി, എന്നിട്ട് ഇടത്തെ മേക്ക് ഒന്നിങ്ങനെ കൈ വെച്ച് നോക്കി, ആ ശ്വാസം ടച്ച് ചെയ്യുന്ന ശ്രദ്ധിച്ച്. ഇപ്പുറത്ത് പിടിച്ചിട്ട് വലത്തെ മൂക്കിയപ്പോൾ ശ്വാസം വരുന്ന ശ്രദ്ധിക്കും. ഏതാ കൂടുതൽ? രണ്ട് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായില്ലേ? രണ്ടും ഒരുപോലല്ല എപ്പോഴും.
ഇടനാടി പിങ്കള നാടി ആക്റ്റീവ് ആവുന്നതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ശരണൂർ ശാസ്ത്രം. അപ്പോ ഇത് ഓരോ ജ്യോതിഷത്തില് ഇത് ശ്വാസം പരീക്ഷണമുണ്ട്. ശ്വാസ പരീക്ഷണം നോക്കിയിട്ടാണ് ദൈവജ്ഞൻ ഓരോ കാര്യങ്ങൾക്ക് ഉത്തമമായ സമയവും ഇല്ല അധമമായ സമയമൊക്കെ പറയുന്നത്. അതിലെ ഓരോ ഫലങ്ങൾ പറയുന്നത്. അതിന് ഇത്ര നീളം ശ്വാസത്തിന് ഇതൊക്കെ പറയുന്നുണ്ട്. ആ ശ്വാസത്തിന് നീളം അനുസരിച്ചിട്ട് ആളുകളുടെ മാനസികാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാവും. ആളുകളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നമുണ്ട്. വ്യത്യാസമെല്ലാം മാറും. ഈ ശ്വാസം 15 ദിവസം തിഥിമണ്ഡല പൂജിത ലളിതാശ്രമത്തിൽ പറയുന്നു. ശ്രീവിദ്യ തിഥി പൂജയുണ്ട്. തിഥി നിത്യകളെ പൂജിക്കും. ഓരോ തിഥിക്ക് ഓരോ ദേവതകളാണ്. കാമേശ്വരി, വജ്രശ്രീ, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി നിങ്ങൾ കൊടുക്കും. അപ്പൊ ഓരോ ശ്വാസത്തിനും ഇവിടെ കണക്കുണ്ട്. ഈ ശ്വാസം ഇത്ര ശ്വാസം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഈ ജീവിതത്തിൽ ഒരു മരിക്കുന്ന വരെ ഇത്ര ശ്വാസമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ ഫാസ്റ്റായിട്ട് എടുത്താൽ ഫാസ്റ്റായിട്ട് പോവാ അല്ലേ? അതുകൊണ്ട് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ശ്വാസം സ്ലോയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഫ്രീക്വൻസി മാറും. ശ്വാസം സ്ലോ ആക്കി സിമ്പൽ സിസ്റ്റം ഇത് ചെയ്ത് പാരാസിമ്പൽ സിസ്റ്റം ആക്റ്റീവ് ആക്കി. ഇടനാടി ചന്ദ്രൻ തണുപ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സൂര്യൻ ചൂടിനെയാണ്. ഇടനാടി പിങ്കള നാടി. ഇതിൽ രംഗത്തിൽ കൂടെ നെഗറ്റീവായിട്ട് ബാധ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇടനാടിയാ കൂടുതൽ ആക്റ്റീവ്. അപ്പം തണുപ്പിക്കുന്ന നാടിയാ. അതായത് ക്ഷീണം, അലസത, ഉറക്കം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇടനാടി പിങ്കള നാടി. അപ്പൊ പറഞ്ഞു വന്നത് ഇടനാടി ആക്റ്റീവ് ആകുമ്പോൾ അലസത, ഓവർ ആക്റ്റീവ് ആകുമ്പോൾ മടി, തണുപ്പം മത്താണ്. അവനെ കൊണ്ട് ഒന്നിനും കൊള്ളിയ എനിക്ക് വയ്യ എന്ന് പറയും. പിങ്കള നാടി ആക്റ്റീവ് ആയാൽ സിമ്പിൾ സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ കൂടുതൽ എപ്പോഴും സ്ട്രെസ് ആവുന്നു, പൊട്ടിത്തെറിക്കുന്നു, ദേഷ്യപ്പെടുന്നു, ഓവർ ആക്റ്റീവ് ആണ്, ചൂടാണ്. മറ്റേത് ഓവർ തണുപ്പാണ്. ഇത് ഓവർ ചൂട്, ഓവർ തണുപ്പ്. ഇത് തമ്മിലൊരു ബാലൻസിങ് ഉണ്ട്. പിങ്കള ബാലൻസിങ്ങിൽ സുഷുമ്നയിലൂടെ കുണ്ടലിന് റൈസ് ചെയ്യുകയും സമാധി വരെ ആളെത്തുകയും ചെയ്യും. ഇത് ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ്. അപ്പൊ ശ്രീവിദ്യയിൽ നമ്മൾ ജപം ഇത്തരത്തിൽ ശ്വാസം ശ്രദ്ധിച്ച് ജപിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതിന്റെ കാര്യമാണ്. ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. ചുമ്മാ എന്ന് പറയുന്നതല്ല. ഇത് ആൾക്കാരെ അവർക്ക് ഇഷ്ടമുള്ളത് ജപിക്കുക. അപ്പൊ അത് വേണ്ടത്ര ഒരു ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് വരത്തില്ല. ഇത് പഠിക്കണം, അത് മെനക്കെടണം. അന്നെങ്കിലേ അത് പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ജപിക്കണം, ഉപാസന ചെയ്യണം മടിയില്ലാതെ. ഡൗട്ട് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യും. ഒരു ദിശ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 100 വയസ്സ് വരെ ഇതുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന ആളുകളുടെ ധാരണ. അങ്ങനെയല്ല. ചിലപ്പോൾ ഇത് കൂട്ടാൻ പറയും ജപം, ചിലപ്പോൾ കുറയ്ക്കാൻ പറയും. അങ്ങനൊക്കെ ഉണ്ട്. അപ്പം ഇത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാ കൃത്യമായ രീതിയിൽ ആളുടെ മാനസികാവസ്ഥ എവിടെ നിൽക്കുന്നു, ഏത് ഫ്രീക്വൻസിയിൽ നിൽക്കുന്നു. നമ്മുടെ ഫ്രീക്വൻസി ഡൗണായി നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അവസരങ്ങളും എല്ലാം ഭയങ്കര ദുരിതം പിടിച്ചതായിട്ടും നാശമായിട്ടും കുഴപ്പം പിടിച്ചതായിട്ടും നെഗറ്റീവായിട്ടും തോന്നും, ചത്താമതിയും തോന്നും. നല്ല ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഭയങ്കര നല്ലതായിട്ട് തോന്നും. നമ്മൾ ഓവർ നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത്, ഇടപിങ്കള നാടുകൾ ബാലൻസ് തെറ്റിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യ ഊതനയായിട്ട് പോകും. ഭയങ്കര ഇതൊരു നാശവായ്പളെ കെട്ടിയെന്ന് തോന്നും. നമ്മള് ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് പോസിറ്റീവായിട്ട് അവരുടെ കലയിലേക്ക് പ്രാണം വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ഇത്തിരി ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ, ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയത് ഭാഗ്യമായി, ഐശ്വര്യമായിട്ട് പോകും. കൊള്ളാം. ഇത് അവര് വല്ലതും ചെയ്തിട്ടാണ് ഒന്നുമല്ല. അവരിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്യുക നമ്മുടെ ഉള്ളിലുള്ള വിഷ്വൽസ്. ഈ പ്രപഞ്ചത്തിൽ മൊത്തം നമ്മൾ പ്രൊജക്ട് ചെയ്ത് വി ആർ ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് ആർക്കിടെക്ട്സ് എന്ന് പറയും. ആർക്കിടെക്റ്റുകളെ കുറിച്ച് എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറഞ്ഞാൽ ബോറാവും. അതുകൊണ്ട് പറയുന്നില്ല, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാങ്കല്പിക രൂപങ്ങളുടെ ലോകത്ത് ഇമോഷൻസ് ഉണ്ടാക്കി കരയുകയും ചിരിക്കുകയും ചെയ്യുക, പ്രൊജക്ട് ചെയ്യിച്ചിട്ട് ഈ ഇമോഷൻസ് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ട്. സിനിമയില് ഭിത്തിയില് സ്ക്രീനില് കടലും എല്ലാം കാണുന്ന കൂട്ട് പാവ ഈ വ്യക്തികൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നമ്മൾ നമ്മുടെ മൂഡ് അനുസരിച്ച് അവരൊന്ന് പ്രൊജക്ട് ചെയ്യും, എന്നിട്ട് ജീവിക്കുക. വാല്യൂ നമ്മളുടെ ഉള്ളില് തിരിച്ചറിവ് അനുസരിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ആളുകളിലേക്ക് ബന്ധപ്പെടുന്നത്. ഒരാൾ ശരിക്കും മനസ്സിലാക്കപ്പെടുന്നത് കറക്റ്റായിട്ടുള്ള
എന്താ പറയുന്നത്, ആ ഗുരുപരമ്പരയിലേക്ക് എത്തുമ്പോൾ, കറക്റ്റായിട്ടുള്ള ദേവിയായിട്ടുള്ള ഒരു കണക്ഷനിൽ എത്തുമ്പോൾ ഈ പ്രാണനും ഇതും എല്ലാം കറക്റ്റായിട്ട് ഒരു സിങ്കർണൈസേഷനിൽ വരും. അപ്പൊ പ്രാണമയ കോശത്തിലെ കുണ്ടലിനിയായിട്ട് ബന്ധപ്പെട്ടുള്ള അർത്ഥങ്ങളാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് പഞ്ചകോശ കുണ്ടലിനി വ്യാഖ്യാനം നമ്മൾ ഇത് പറയുന്നു. ഈ വ്യാഖ്യാനം അങ്ങനെയാണ്. അന്നമയത്തിലെ പറഞ്ഞു, മനോമയത്തിലെ പറഞ്ഞു, പ്രാണമയത്തിലെ പറഞ്ഞു. മനോമയം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന മാനസികാവസ്ഥകളാണ്. ഞാൻ പറഞ്ഞു ഡിപ്രഷൻ, അതാണിപ്പോ ഞാൻ പറഞ്ഞത് മനോമയ കോശമാണ്. എന്താണ് ഭാര്യ സുന്ദരിയായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞത് അതിന്റെ മനോമയത്തിലുള്ള അർത്ഥമാണ് ഈ പറയുന്നത്. പ്രാണമയത്തിൽ ഈ കുണ്ടലിനി റൺ ചെയ്യുന്ന ഇടപിംഗള നാഡി സുഷുമ്നാ നാഡിയുടെ കാര്യം പറഞ്ഞതാണ് പ്രാണമയം. അപ്പൊ നമ്മളുടെ ഇതനുസരിച്ച് നമ്മുടെ അറിവ് മാറുന്നത്, അറിവ് ഭയങ്കരമായിട്ട് മാറും. കറക്റ്റ് റൂട്ടിലെത്തുമ്പോൾ കറക്റ്റ് ആൾക്കാരുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് വേണ്ട, ഇപ്പൊ വിദേശത്ത് പോകണം, അതിനുമായി ബന്ധപ്പെട്ട ഒരാളെ മുന്നിൽ വന്ന് ചാടും. അപ്പം ഈ നാഡിയൊക്കെ കറക്റ്റായിട്ട് കൃത്യമായി മാനിഫെസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ വേണ്ട ആളെ പ്രപഞ്ചത്തിൽ നിന്ന് അട്രാക്ട് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ വന്നിട്ട് നമ്മൾക്ക് ഒന്ന് യാദൃശ്ചികമാണ്, ഒരിക്കലും യാദൃശ്ചികമല്ല. ആ ദേവി അത് കൊണ്ടുതെറ്റണ കൃത്യമായ റൂട്ടിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് അതിന് പറ്റുന്ന അറിവ് പറഞ്ഞു തരുന്ന ആളിനെ വഴി വെച്ച് നിങ്ങൾ പരിചയപ്പെടുന്ന ആൾ അങ്ങനെയുള്ള ആളായിരിക്കും. അപ്പൊ ആ വിജ്ഞാനം അവിടെ ലഭിക്കും. വിജ്ഞാനമയ കോശത്തിലെ അർത്ഥമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിവുണ്ടാവുന്ന അങ്ങനെയാണ്, നമ്മുടെ പെരുക്കല്ല ഒരിക്കലും. അറിവ് ഈ പ്രപഞ്ചത്തിലുണ്ട്, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു, നമ്മുടെ ഉള്ളിലുണ്ട് ഈ അറിവ്, നമ്മൾ അതുമായിട്ട് കണക്ട് ആവുന്നുള്ളൂ. കറക്റ്റ് ആൾക്കാരെ കിട്ടുമ്പോൾ. ഒരിക്കൽ ഒരു ഭയങ്കരനായ ഒരു കോടീശ്വരൻ ഉണ്ടായിരുന്നു. അയാള് നല്ലൊരു ബിസിനസ്സുകാരനാണ്, ഭയങ്കര ഒരു ബിസിനസ്സുകാരൻ. അയാളൊരു പഴയൊരു കാറ് അയാൾക്കുണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്ക് മരിക്കാനായ സമയത്ത് ഇയാള് ഈ കാറ് വിൽക്കാൻ തീരുമാനിച്ചു. കാരണം ഇയാൾക്ക് കുറച്ച് കടങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പം മോനോ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ചില കടങ്ങളുണ്ട്, ആ കടങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ബിസിനസ് പൂർവാധി ശക്തിയായിട്ട് വരുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യണം, നമുക്ക് ആ കാർ ഒന്ന് നമുക്ക് വിൽക്കാം. പഴയ കുറെ നാളായിട്ട് അച്ഛൻ കൊണ്ടുനടക്കുന്ന ഒരു പഴയ കാറുണ്ട്, ഈ കാർ ഒന്ന് വിൽക്കാം. മോന് ആദ്യം ഒന്ന് പോയി ഒന്ന് തിരക്കാരുടെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അച്ഛന് ഇപ്പൊ ഈ അച്ഛന് പഴയ പ്രായമൊക്കെ ആയി, അച്ഛന് പഴയ ഓൾഡ് പീസല്ലേ, ഇങ്ങനെ കൊണ്ട് എന്ത് കൊള്ളാം, നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല. ഇയാൾ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് വെച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അപ്പൊ അതിൽ ഈ കാർ കൊടുത്തിട്ട് എന്നാ ചെയ്യണം? ഇയാള് അത് നടക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇയാൾ കൊണ്ടുപോയി രാത്രി കടയിൽ പോയി ചോദിച്ചു പറഞ്ഞു, അത് എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി പറയാൻ, ഒരു 50,000 രൂപ തരാമെന്ന് പറഞ്ഞു. പഴയ കാറാണ്, 50,000 ഒന്നും കിട്ടത്തില്ല, എങ്കിലും നിങ്ങളായതുകൊണ്ട് 50,000 രൂപ തരാം, അതിനുള്ള ആക്രി എല്ലാം കൂടെ. കാരണം ഇതിന്റെ ഇരുമ്പൊക്കെ നല്ല പണ്ടത്തെ കാറോ, നല്ല ബലമുള്ള ഇരുമ്പൊക്കെയാണ്, ഉടായിപ്പൊന്നുമില്ല. 50,000 രൂപ തരാന്ന് പറഞ്ഞു. ഓക്കെ അച്ഛാ, 50,000 രൂപ തരാന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, എന്നാ ഒരു കാര്യം ചെയ്യുന്നത്, അതിന് കൊടുക്കാൻ പറ്റില്ല, പിന്നെ അതിൽ കൂടി ഒന്നും കിട്ടത്തില്ല ആണോ, എന്നാ നീ ഒരു കാര്യം ചെയ്യുന്നു, വേറെ ഇന്നടത്ത് പോയി തിരക്കാൻ പറഞ്ഞു. അവിടെ ഈ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്ത് കൊടുക്കുന്ന ഒരാളുണ്ട്, അയാളൊക്കെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, സെക്കൻഡ് ഹാൻഡ് കാർ എന്ന് പറഞ്ഞാൽ ഇത് പഴയ കാറാ, സെക്കൻഡ് ഹാൻഡ് പറയാൻ ഇതിൽ കൂടി വന്ന ഒരു 75,000 രൂപ 1,00,000 രൂപ മാക്സിമം. ഇത് ഓടുന്നു എന്നുള്ളതുകൊണ്ടാണ് അത്രയും തരുന്നത്, ഇല്ലെങ്കിൽ ഇത് ആക്രിയായിട്ട് പോകേണ്ട സാധനമാണ്. ഇട്ട് നോക്കാം, പിന്നെ ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ട് എടുക്കട്ടെ, ഇല്ലെങ്കിൽ തിരിച്ചു തരുമെന്നും പറഞ്ഞു. എന്തായാലും 1,00,000 രൂപ തയ്ക്ക് മാക്സിമം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ. ഓക്കെ വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അത് 1,00,000 രൂപ കിട്ടത്തുള്ളൂ. അയ്യോ അത്രേ ഉള്ളൂ, അത് ഇതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല അച്ഛൻ, എനിക്കും അറിയാമല്ലോ അത്യാവശ്യം കാറിനെ കുറിച്ച്. അച്ഛൻ്റെ കൂട്ടല്ലല്ലോ, കാലം മാറിയില്ലേ, ഞങ്ങൾക്കല്ലേ കാറിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയാവുന്നത്, ചെറുപ്പക്കാരല്ലേ ഞങ്ങള്. ശരി, ഓക്കെ ശരിയാണ്, എന്നാ ഒരു കാര്യം ചെയ്യും മോനെ, ഈ പഴയ വിന്റേജ് കാറുകൾ എടുക്കുന്ന ഒരു കക്ഷിയുണ്ട് ഇന്ന സ്ഥലത്ത്, അവിടെ പോയി കൊടുക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്നപ്പോ അയാൾ നോക്കിയിട്ട് പറഞ്ഞു, ഈ സാധനം ഞാൻ തിരക്കി കുറെ നാളായിട്ട് നടക്കുകയാണ്, ഇത് 2ാം ലോകമായത്തെ കാലത്ത് കണ്ട ഉപയോഗിച്ച 1ാം ലോകമായത്തെ കാലത്ത് കണ്ട ഉപയോഗിച്ചിരുന്ന കാറാണ്. ഇതിന്റെ പേര് സിംപ്ലക്സ് ടോർപിഡോ ടൂറർ എന്നാണ് പേര്. 1912 ഈ കാർ ഇറങ്ങിയത്. അന്നത്തെ ഏറ്റവും ലക്ഷറി വാഹനമാണ്. മാത്രമല്ല ഇത് ഓടുന്നുണ്ട്. ഇത് അപൂർവത്തിലെ അപൂർവമാണ്, ഇത് കിട്ടാൻ വലിയ പാടാണ്. ഞാൻ കുറെ നാളായിട്ട് ഒരു ലോകം മുഴുവൻ തിരക്കി നടന്നു. ഇത് ഇന്ന സ്ഥലത്തേക്ക് കയറ്റി വെച്ചാൽ അവിടെ ഇതിനെ തിരക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, അവര് ലേലത്തിലെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ലേലത്തിൽ വെച്ചിട്ട് തരാം, നല്ല വില കിട്ടും.
$4.8 മില്യൺ അത് പോയത്. 40 കോടി രൂപ. ഇതാണ് ലളിതശാസ്ത്രം. ഇതിലെ അർത്ഥങ്ങളും എല്ലാം. ഇത് യഥാർത്ഥ അറിയാവുന്ന ആളുകളുടെ കയ്യിൽ ഈ സാധനം എത്തിപ്പെടണം. അറിയാവുന്ന ആളുകളിലേക്ക്, ആവശ്യക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ശരിയായി എത്തിപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ ഇതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഇതൊരു പരസ്യം ചെയ്ത് വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഒരു സംശയമാണ് ഇപ്പോഴും. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും പരസ്യം ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം. അത്രയ്ക്ക് നമ്മളിത് കറക്റ്റ് ഇത് എത്തേണ്ടടത്തെത്തണം. ആവശ്യക്കാരിലേക്ക് എത്തുമ്പോൾ അതിന് ഭയങ്കര ഗുണമാണ്. ആവശ്യക്കാർ വെളിയിലുണ്ട്, പക്ഷെ അവരുമായിട്ട് ഈ കാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കണക്ട് ആവാതിരിക്കുകയാണ് ഈ സംഭവം. അപ്പൊ ഇത്രയും ഡെപ്തിലാണ് ഒരു നാമം. ആലോചിച്ചോക്കെ അല്ലേ? തടങ്ക് യുഗലീഭൂത തപനോട് ഉപമണ്ഡല എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ നാമം കൊണ്ട് എന്തെല്ലാം കാര്യമാണ് ഋഷി ഇതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്നത് അല്ലെ? എത്ര വലിയ ശാസ്ത്രമാണ് ചെറിയ വാക്കുകളിലൂടെ. നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഞാനും വിചാരിച്ചെന്തോ, ദേവി സുന്ദരിയാണ്, ദേവിക്ക് നല്ല സൂര്യനും ചന്ദ്രനും നല്ല രസമാണ്, ഉണ്ട് കമ്മലുണ്ട്, ഓക്കെ, ദേവി അമ്മയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല വലിയ സംഭവമാണ് ദേവി. ഇത്ര മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വ്യാഖ്യാനങ്ങൾ നോക്ക്, എല്ലാത്തിലും അത്രേ ഉള്ളൂ. പുസ്തകങ്ങളിൽ നോക്ക്. ഞാൻ കമ്പയർ ചെയ്യുമോ, നമ്മൾ വലിയ സംഭവമാണെന്നോ അല്ല ഈ പറയും. ഇത് നമ്മൾ പഠിക്കണം, ഇത്ര ആഴത്തിൽ തന്നെ പഠിക്കണം എന്നുള്ളത്. പുസ്തകങ്ങളിലും നമ്മൾ ഈ വ്യാഖ്യാനങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുക, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ ദേവിയുടെ ഇത് സൂര്യനും ചന്ദ്രനും. അപ്പൊ ഇത്രയും ഡെപ്തിലാണ് ഈ ഓരോ സംഭവങ്ങളും. പഞ്ചകോശങ്ങളിൽ നമ്മൾ പഠിക്കണം. അപ്പൊ ഇത് ശരിക്കും പ്രയോജനപ്പെടും. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ബ്രീത്തിങ് സ്പീഡ് വരുമ്പോൾ സ്ലോ ആക്കണം. സ്ലോ ആക്കുക നമ്മുടെ ഇമോഷൻ നിൽക്കും ടപ്പനെ. ഇല്ല, മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അവസാനം നമുക്കിത് പണിയായിട്ട് കിട്ടും. നമ്മുടെ വസ്തു പോക്കൂര് ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും പറയുന്നത്, അന്ന് നമ്മൾ തെറി വിളിച്ച വഴിയെ കണ്ടവനാണ് വലിയ ഓഫീസർ, തീർന്നു മോളെ കല്യാണത്തിന് വിൽക്കാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും. അപ്പൊ അന്ന് ഈ ചീത്ത വിളിച്ച ഈ ശിവസ്വരോധയൊക്കെ അറിയാതെ, അല്ലെങ്കിൽ ശ്വാസം ഓവർടേക്ക് ചെയ്ത് ചീത്ത വിളിക്കണ്ട പോട്ടെ പാവം. ശ്വാസം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗതി വരുമായിരുന്നു ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ രസമാണ് ഇത് പഠിക്കാൻ. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന വസ്തു നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ. എത്ര പഠിച്ചാലും തീരുമില്ല. ഭയങ്കര രസമാണ് നമ്മളെ കുറിച്ചുള്ള പഠനം. നമ്മുടെ ഈ അഹങ്കാരവും വൃത്തികേടും അസൂയയും കുശുമ്പും ഒക്കെ പഠിക്കാത്ത നല്ല രസമാണ്. അപ്പോൾ ഞാൻ എന്ത് അസൂയപരമായിട്ടാണ് ഞാൻ ചിന്തിച്ചത്. എന്റെ വിചാരം എത്ര നല്ല ആളാണെന്ന് ഞാൻ എന്നാണ്. അങ്ങനെ അല്ലല്ലോ. ഇതൊക്കെ അറിയും തോറും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാവും. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും. അവൻ അസൂയ തോന്നുന്നുണ്ട്, അവൻ പറയുന്ന പാവം പോട്ടെ സാരമില്ല എന്ന് പറയാൻ പറ്റും. ഇല്ലെങ്കിലോ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞ് അവൻ എന്ത് യോഗ്യത ഉള്ളേ എന്നിട്ട് ഉള്ളി പക വെച്ചോണ്ട് കിടക്കും. അത് നമുക്ക് നമ്മളെ പഠിച്ച് നമ്മളെ പ്രാണമയ കോശം കടക്കുന്ന എങ്ങനെയാ ശരിക്കും മനോമയവും പ്രാണമയവും ഒക്കെ മനസ്സിലാവും. നമ്മളെ പഠിക്കും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഇത്രയും മോശപ്പെട്ട ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ. ഇതറിയുമ്പോൾ നമുക്കൊരു ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ വരും. ഞാൻ ഇത്ര വൃത്തിയത്ത പുരുഷനാണോ അല്ലെ സ്ത്രീയാണോ, തെറ്റൊന്നുമില്ല, അപ്പൊ അവരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് കുറേ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ആളുകളെ ഉപാധികളില്ലാതെ സ്നേഹിക്കാനും പറ്റും. അങ്ങനെ ഉപാധികളില്ലാതെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ശ്വാസം ബാലൻസ്ഡ് ആവും. നിങ്ങൾ ഒരാൾ സ്നേഹിച്ചു നോക്കിയോ, നിങ്ങളുടെ ശ്വാസം ബാലൻസ്ഡ് ആവും. ശ്വാസം സുഷുമ്നയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. കുണ്ടലിനി സുഷുമ്നയിലൂടെ റൺ ചെയ്ത് ഷഡ്ചക്ര ഭേദനം നടത്തി ഷഡ്ചക്ര ഉപരിസംസ്ഥിത ആയിട്ടുള്ള എല്ലാ ദ്രവിഡസുന്ദരിയെ അനുഭവിക്കാനുള്ള അവസരം, അനന്തമയ കോശത്തിൽ സമാധിയിലെത്താനുള്ള അവസരം, മരിക്കുമ്പോൾ പ്രകാശത്തിന്റെ ലോകത്ത് ഈശ്വരന്റെ ലോകത്ത് നിൽക്കാനുള്ള അവസ്ഥയെങ്കിലും കുറഞ്ഞ പക്ഷം നമുക്ക് നേടാൻ ഈ പറയുന്ന ഇടപെങ്കള ബാലൻസിലൂടെ സാധിക്കും. സൂര്യചന്ദ്രന്മാരെ ബാലൻസ് ചെയ്തുകൊണ്ട് ദേവിയുടെ മന്ത്രശ്രവണത്തിലൂടെ കർണാഭരണങ്ങളായിട്ടാണ് അല്ലെ ദേവിയുടെ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ തന്നെ ശ്രവിക്കും ഇല്ലേ? ശ്രവിച്ച് ഇത് ബാലൻസ്, അപ്പൊ ശ്വാസം കൺട്രോൾഡ് ആവും. അപ്പം കർണാഭരണങ്ങളായിട്ട് അത് പ്രവർത്തിക്കുന്നു.
സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് ഋഷി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഉപാധികളില്ലാതെ സ്നേഹത്തിന്റെ വക്താക്കളാക്കി ആയി മാറിക്കൊണ്ട് ശ്വാസത്തെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് സ്നേഹിക്കാവുന്നത്. നമ്മളെ സ്നേഹിക്കുക, ആദ്യം നമ്മൾ സ്നേഹിക്കണം. ഒരുത്തൻ അവനെ സ്നേഹിക്കാതെ ഒരിക്കലും വേറെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മളെ അവഗണിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളോട് ഒരുപാട് കള്ളം പറയുന്നു. ആളുകളൊക്കെ എത്രയോ സ്ഥലത്ത് നമ്മൾ വിട്ടുകൊടുത്തേക്കുന്നു, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ പൊട്ടം കളിച്ചിരിക്കുന്നു. എന്റെ മിസ്റ്റേക്കാണ് പറഞ്ഞ് ക്ഷമ ചോദിച്ചിരിക്കുന്നു. ക്ഷമ ചോദിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മളെ അവഗണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എത്ര നാളായിട്ട് നമ്മളെ നിരന്തരം അവഗണിച്ച് സൊസൈറ്റിയുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട്, ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എവിടെയെല്ലാം താഴ്ന്നിട്ടുണ്ട്. അപ്പൊ താഴെന്താന്നല്ല പറയുന്നത്, നമ്മളെ അവഗണിച്ചുകൊണ്ടാവരുത്. നമ്മുടെ ഉള്ളിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ സ്നേഹിക്കാതെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച അവസാനം അവരിട്ട് നമ്മളെ പണി വരുമ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്താൽ മതി എന്ന് തോന്നും. കാരണം അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്തിട്ട് അവസാനം നമ്മളെ ഒറ്റപ്പെടുത്തുന്നില്ലേ, നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലേ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ നമ്മളെ മനസ്സിലാക്കാതെ പെരുമാറുമ്പോൾ ദുഃഖം ഉണ്ടാവും. അപ്പൊ മരിച്ചാൽ മതി എന്ന് തോന്നും. അപ്പം അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളെ സ്നേഹിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടെന്നല്ല ഒരിക്കലും ഇതിന്റെ അർത്ഥം. അവരെ പരിഗണിക്കേണ്ടെന്നല്ല. നമ്മളെ പല കാര്യങ്ങൾ അവഗണിക്കുന്നുണ്ട്. അപ്പൊ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ സിമ്പൽ സിസ്റ്റം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അകാരണമായിട്ട് ഈ സ്ട്രെസ്സാണ് നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പൊ ഈ ബ്രീത്തിങ് പാറ്റേൺ ഇങ്ങനെ കൂടി നിൽക്കും എപ്പോഴും. അപ്പൊ വിഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, വിഷകല കൂടിക്കൊണ്ടിരിക്കും, അമൃതകല ഉണ്ടാവില്ല. നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ? സൊസൈറ്റിയെ പേടിച്ചിട്ട്, സമൂഹത്തെ തല കൊണ്ടിടക്കുക. നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറയും? എന്തിനു മുമ്പിലും ഈ നാട്ടുകാരെന്തോ പറയുന്ന ആലോചിച്ചിട്ട് നമ്മൾ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ക്യാൻസർ ഉണ്ടാക്കുക. നാട്ടുകാരെ പോയി പണി നോക്കട്ടെ, പോയി ചാവട്ടെ. നാട്ടുകാരെ നോക്കുന്നത് ചെയ്യണ്ട, വീട്ടുകാരെ നോക്കിയാൽ മതി. വീട്ടുകാരെയാണോ നാട്ടുകാരെയാണോ നോക്കുന്നത്? വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും സ്വന്തമായിട്ട് സന്തോഷത്തോടു കൂടി എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നാട്ടുകാരെന്ന് പറയും. നീ ഇങ്ങനെ പ്രവർത്തിച്ച, നീ വണ്ടി എടുത്തുകൊണ്ട് പോയാ. മോള് കഴിഞ്ഞ ദിവസം, അച്ഛാ എനിക്ക് വണ്ടി ഓടിക്കണം, കോളേജിൽ പോകണം, വണ്ടി ഓടിച്ച് എൻ്റെ ഒരു ആഗ്രഹം, കാർ എടുത്ത് തരാം. നാട്ടുകാരെന്ത് പറയും എന്ന് പറയാൻ വരും നമ്മുടെ മൈൻഡിൽ ആദ്യം. പിന്നെ നമ്മളത് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് പറയും മോളെടുത്തോണ്ട് പോകണം, കൂടി വന്ന വണ്ടി ഒന്നും അറിയും, സാരമില്ല, നമുക്ക് നന്നാക്കാം, നീ എടുത്തോണ്ട് പോകാനും വരുന്നു. അവള് കാർ എടുത്തോണ്ട് പോയി, വലിയ സന്തോഷം. നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റെന്തോ നാട്ടുകാരെന്ത് പറയും? ഈ പെണ്ണിന് ഇങ്ങനെ ഒറ്റയ്ക്ക് കാറും കൊടുത്ത് വിട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ ചീത്ത വിളിക്കത്തില്ല. നാട്ടുകാരെന്ത് പറയും? അല്ല, വീട്ടുകാർക്ക് വേണ്ടി നിൽക്കണം, നാട്ടുകാർക്ക് വേണ്ടിയല്ല, വീട്ടുകാർക്ക് വേണ്ടി നിൽക്കണം. അപ്പം അങ്ങനെ അപ്പൊ അവര് നമ്മുടെ കൂടെ കാണും, അല്ലേ? അപ്പൊ ആ സിമ്പതി, അപ്പൊ നമ്മൾ സംഘർഷം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ വരും ക്ലാസ്സുകളിൽ അതൊക്കെ ചർച്ച ചെയ്യാം. ദൈവയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും. സ്നേഹം, അതാണ് ഞാൻ പറഞ്ഞത്. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംഘർഷം കുറയും. നാട്ടുകാരെ നിർത്തിയിട്ട് വീട്ടുകാരെ നോക്കാൻ തുടങ്ങും. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാകുമ്പോൾ ഈ ബ്രീത്തിങ് പാറ്റേൺ നോർമൽ ആവും, ബാലൻസ്ഡ് ആവും. സുഷുമ്നയെ കൂടെ കുണ്ടലിന് റൈസ് ചെയ്യാൻ തുടങ്ങും. ത്രിപുര സുന്ദരി ആക്റ്റീവ് ആവും. അത് എപ്പോഴും കാളിയെ കൊണ്ടൊന്ന് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാളി യുദ്ധം ചെയ്യാൻ കൊണ്ട് വേണ്ടെന്നല്ല. കാളിയെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇടപെങ്കള ആജ്ഞയിലൂടെ ആജ്ഞയിലൂടെ പുറത്തേക്ക് പോകുന്നതാണ് കാളി മാനിഫെസ്റ്റേഷൻ കുണ്ടലിനി. സുഷുമ്നയെ കൂടെ സസ്രാരത്തിലേക്ക്, സ്വാധിഷ്ഠാനം സസ്രാരം വരെയുള്ള ത്രിപുര സുന്ദരി. അപ്പം ത്രിപുര സുന്ദരി ആക്റ്റീവ് ആക്കണ്ടേ നമ്മള്? എപ്പോഴും കാളി മാത്രം ആക്റ്റീവായ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, സ്ട്രെസ്സാണ്. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാതെ ദേവിയെ ഭദ്രകാളിയെ കൊണ്ടൊന്നും പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല. ദേവിയെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വിളിക്കാം. അപ്പൊ അതുകൊണ്ട് സിമ്പൽ സിസ്റ്റം നമുക്ക് കാം ഡൗൺ ചെയ്ത് പാരാസിമ്പൽ സിസ്റ്റം ആക്റ്റീവ് ആക്കി ബാലൻസ്ഡ് ആക്കി, രണ്ടും വേണം നമുക്ക്, അല്ലെ? ആ ബാലൻസില് മുന്നോട്ട് പോകാൻ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പറ്റും. സ്നേഹമാണെങ്കിൽ സാരമൊഴിയിൽ അതിപരാശക്തി മഹാത്രിപുര സുന്ദരിയുടെ അനുഗ്രഹം സ്നേഹഭാവത്തിൽ എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നമസ്കാരം. ശ്രീമാത്രേനും ചെല്ലാമ്പിയായി. എൻ്റെ പേര് രേഖ, ഞാൻ എറണാകുളത്തു നിന്നാണ്. 2 വാക്ക് ഗുരുജിയെ പറ്റി എനിക്ക് സംസാരിക്കണം. ഞാൻ ഈ ലളിതാ സഹസ്രനാമ കുടുംബത്തിൽ, ഈ അമ്മയുടെ കുടുംബത്തിൽ എത്തപ്പെട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ എന്താ പറയുന്നത്, ലളിതാ സഹസ്രനാമം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചൊല്ലുന്ന ആളാണ്. അപ്പോൾ അമ്മ തന്നെ ആയിരിക്കാം, എനിക്ക് ഒരു ഗുരു ഇല്ലാതെ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അമ്മ തന്നെയാണ് എന്നെ ഈ ഗുരുവിലേക്ക് എത്തിച്ചത്. നമുക്ക് ഒരു സഹോദരനെ പോലെയോ ഒരു സുഹൃത്തിനെ പോലെയോ ഏത് സംശയങ്ങളും എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ഗുരുവിനെ തന്നെ എനിക്ക് തന്നതിൽ അമ്മയോട് ഞാൻ കൃതാർത്ഥയാണ്.
പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമായ അഘോരി വായിച്ചതിലൂടെ എനിക്കൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. ആത്മീയ അന്വേഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും ആ പുസ്തകം. അതിലെ 13 14 അധ്യായത്തിലായിരുന്നു തോന്നുന്നു ഒരു സൂക്ഷ്മതലത്തിൽ യാത്ര ചെയ്യുന്ന ഒരു അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് നമ്മൾ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ ശംഭാല എന്നുള്ള ഒരു ഹിമാലയത്തിലെ ഒരു നിഗൂഢ സ്ഥലത്തെ പറ്റി. അതിലൂടെ ആ നിഗൂഢ സ്ഥലത്തിൽ എത്തപ്പെട്ട ഒരു അനുഭവമായിരുന്നു ആ പുസ്തകത്തിലെ ഈ അധ്യായങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാകാൻ എഴുതാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കുടുംബത്തിന് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ദേവി ഭക്തരിലേക്കും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. വളരെ സന്തോഷം, നല്ല വാക്കുകൾക്ക്. കാരണം അത് സന്തോഷത്തോട് ഇങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ പറയുന്നത് നമുക്ക് വളരെ മോട്ടിവേഷനാണ്. ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കാൻ നമുക്കൊരു ധൈര്യം കിട്ടും, എനർജി കിട്ടും. അപ്പം നല്ല വാക്കുകൾക്ക് അങ്ങേയറ്റം നന്ദി. താങ്ക് യു ശ്രീമാതേനും. പാരായണത്തിലേക്ക് കടക്കാം. ഓം ശ്രീ ലളിതാംബ ഗുരുപാദകം പൂജയാമി തർപ്പയാമി നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം അസ്യ ശ്രീ ലളിതാ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരീ ദേവതാ. ഓം ശ്രീ ലളിതാ പരമേശ്വരീ ദേവതാ. ശ്രീമദ്വാക്കൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം. ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദ സിദ്ധിദ്വാരാ സകല ചിന്തിതബല വ്യാപ്തർത്തേ ജപേ വിനിയോഗഃ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീയാപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരക്തചഷകം രക്തോദ്ഫലം വിപ്രദീ സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകരിതലസത്ഹേമ പദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്തഹസിതേക്ഷണാം സജരചാപപാശാങ്കുശാം അശേഷജനമോഹിനീ അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിദൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവേ ഭവാനി. ഓം ഐം ഹ്രീം ശ്രീം ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാരി സമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഠ്യ ക്രോധാങ്കാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജദ്ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാഗ സൗഗന്ധികല സത്കജ കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജ അളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാവ് ബൃഹനാഭിവിശേഷക വദന സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജരീ കൃപ്തകർണപൂര മനോഹര താഠങ്കയുഗളീഭൂത തപനോഢുവമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രുവ ബിംബശ്രീന്യക്കാരിരനച്ഛത ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോദ സമാഹർഷതി ഗന്ധര നിജസല്ലാഭമാധുര്യ വിനിർഭർസിത ഗച്ഛപി മന്ദസ്മിത പ്രഭാപൂരമജ്ജത്കാമേശ മാനസ അനാഗലിത സാദൃശ്യ ചിപുക ശ്രീ വിരാജിത കാമേശബദ്ധമാംഗല്യ സുപ്രശോഭിത ഗന്ധര കനകാംഗദകേയൂരകമനീയ ഭുജാൻവിത രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാൻവിത
കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി നാഭ്യാലവാലരോമാളി ലതാഫലകുജദ്വയി ലക്ഷ്യരോമലതാ ധാരദാ സമുന്നേയ മധ്യമ സ്തനഭാരദളൻ മധ്യപട്ടബന്ധവലിത്രയ അരുണ അരുണ കൗസുംബവസ്ത്രദ്ഭാസത്കടീതടീ രത്നകിങ്കിണികാരമ്യ രചനാധാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാ ഭജംഗിക കൂടഗുൽഭാ കൂർമ്മപൃഷ്ടജയിഷ്ണു പ്രവദാന്വിത നഖദീദി സംഛന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ചിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതിഹി സർവാരുണാനുവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീന വല്ലഭ സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാഠവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷി ഗണസംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തി സേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ധുര വ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിത കോടി കോടി വിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യക ഭണ്ഡസൈന്യവധോദുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവദ തോഷിത വിശുക്രപ്രാണഹരണ വാരാഖീ വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത വർഷിണി കരാങ്കുലീ നഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപദാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാർത്ഥ നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംതപ്ത കാമ സഞ്ജീവനൌഷധി ശ്രീമദ്വാക്കൂട്ടൈക സ്വരൂപമുഖ പങ്കജ ഖണ്ഡാതക്കടി പര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂഠൈകതാപന്ന ഘടിതോപാകധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേപര കുലാമൃതൈകരസിക കുലസങ്കേത പാലിനി കുലാംഗന കുലാന്തസ്ഥ കൗളിനി കുലയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാര തത്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി ഭേദിനി മണിപൂരാന്തരുത വിഷ്ണുഗ്രന്ഥി ഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി ഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസദന്തു സനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിയ ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാഭക ശാംഭവി ശാരധാരാധ്യ ശർവാണി ശർമ്മധായിനി ശങ്കരി ശ്രീഖരി സ്വാധ്വി ശരശ്ചന്ദ്ര നിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർ നിരീശ്വര നീരാകാരാഗമദനി നിർമ്മദാ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാമദാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭാലോഭനാശിനി നിസംശയ സംശയഖനി നിർഭവാഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുലാ നീലചുകുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗാ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്ര രൂപ മനോന്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മിടപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാബാധകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തി മഹാരഥി മഹാഭോഗോ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധി മഹാസിദ്ധി മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷ്ടിപചാരാഠ്യ ചതുഷ്ഷ്ടി കലാമയി മഹാചതുഷ്ഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യാ ചന്ദ്രവിദ്യാ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര
ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനധ്യാതൃധേ രൂപ ധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വപന്തി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവ അനുഗ്രഹദ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആബ്രഹ്മ കീടജനനി വർണ്ണാശ്രമ വിധായിനി നിജാചരൂപതികമാ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളിക സകലാഗമ സന്തോഷ ശുക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥ പ്രദാ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാധിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീംകാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞീ രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യ രണത്തിങ്കിണി മേഖല രമാരാഗേന്ദുവദനാരതിരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമാരമടലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗതി കന്ധാ കരുണാരസസാഗര കലാവതി കലാലാഭ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിക്വല വിശ്വാദിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷത്രസ്വരൂപ ക്ഷത്രേഷി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിരർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരു ജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃതാശേഷഭാഷണ്ഠ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാതമോപഹ ചിതിസ്തൽപല ലക്ഷ്യാത്ത ചിദേകരസ്വരൂപിണി സ്വാത്മാലംബലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഠീകൃതജ്ഞ കാമപൂജിത ശൃംഗാരരസമ്പൂർണ ജയാജാലന്ധരസ്ഥിത ഓഠ്യാണപീഠ നിലയ ബിന്ദുമണ്ഡലവാസിനി രഘോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണ സുഖദായിനി നിത്യാഷോഡശിഖാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഘാത തമോഭേദമാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാശിഷ്ടേഷാശിഷ്ട പൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ഛേദനാരൂപ ജഡശക്തി ജഡാത്മിക ഗായത്രി വാഹ്രി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവന മദശാലിനി മധകൂരിത രക്താക്ഷി മദപാഠലഗണ്ഡഭോ ചന്ദനദ്രവദിഗ്ധാംഗി ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാകാര കുരുല്ലാകുലേശ്വരി കുലകുണ്ഠാലയ കൗളമാർഗ തത്പര സേവിത കുമാരഗണനാദാംബ തുഷ്ടി പുഷ്ടി മതിദ്രുതി ശാന്തി സ്വസ്തിമതി ഗാന്ധിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാജലവാസിനി സുമുഖി നളിനി സുഭ്രൂ ശോഭനാസുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ അരക്തവർണ്ണാതുലോചന ഖഡ്വാംഗാദിപ്രകരണ വദനൈക സമന്വിത പായസാന്ന പ്രിയ ത്വക്സ്ഥാപശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമ്പ്രദാഢാകിനീശ്വരി അനാഹതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാദിതരാരുദിത സംസ്ഥിത കാളരാത്ര്യാദിശക്തൗകൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജനിലയ വദനത്രയ സംവിധ വജ്രാധികായുധോ വേദാഠാമര്യാദിഭിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഢാന്ന പ്രീതമാനസ സമസ്ത ഭക്ത സുഗത ലാകിന്യംബാസ്വരൂപിണി സാധിഷ്ഠാനാംബുജഗദാ ചതുർഭക്ത മനോഹര ശൂല്യാദായുധ സമ്പന്ന പീതവർണ അധിഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദദ്യന്നാസക്ത ഹൃദയ കാകിനീ രൂപധാരിണി
മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത അങ്കുശാദിപ്രകരണ വരദാദിനിഷേവിത മഗ്ധൗദനാസക്ത ചിത്ത സാകിന്യംബാ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷഠാനന മജ്ജാ സംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാന്നൈകരസിക ഹാകിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥാ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീത ചിത്തായാഗിന്യംബാ സ്വരൂപിണി സ്വാഹാസ്വാദ അമൃത് മേധ ശ്രുതിസ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോജിനി ബർബരാളക വിമർശരൂപിണി വിദ്യാവേദാദി ജഗൽപ്രസൂഹു സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി അഗ്രഗണ്യ ചിന്യരൂപ കലികൽമശനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിത മുഖീ ദാഢിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യദീപ്ത ഭക്തനിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഖനരൂപിണി മാധ്വീപാനാലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസനിലയ മൃണാള മൃദോന്നത അഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യാ ത്രികുടാ കാമകോടിക കടാക്ഷഹിംഗരീഭൂത കമലാ കോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്ഥ ഇന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്തരദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ദർഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂഹു ദേവേശീ ദണ്ഡനീതിസ്ഥാദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥി മണ്ഡല പൂജിത കലാത്മിക കലാനാദ കാവ്യാലാപ വിനോദിനി സജാമരവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേ ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിത്രിദേശ്വരി ത്രിക്ഷരീ ദിവ്യഗന്ധാട്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ അവരദീശ്വരി ധ്യാനഗമ്യാവരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സഹസ്രദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാ ജൈത്രി ലോകായാത്ര വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവ ഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത ദിജാസ്കൃത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗര മേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശാകാല പരിച്ഛിന്ന സർവഗ സർവമോഹിനി സരസ്വതി ശാസ്ത്രമേ ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സ്വാധ്വി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യ മായാ മധുമതി മഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേഷി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാലേഖരി ലജ്ജാരംഭാതി വന്ദിത ഭവതാവസുധാ വൃഷ്ടിപ്പാവാരണ്യധമാല്ല ദൗർഭാഗ്യതൂലവാദൂല ജരാന്താന്തര വിപ്രഭ ഭാഗ്യാപ്തി ചന്ദ്രിക ഭക്ത ചിക്തകേകീ ഖനാഖന രോഗപർവതദംബോളി മൃത്യുദാരുകുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രസ മഹാസന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂധിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പദിവാകൃതി ഓജോവതി ദുരിതര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാഠലി കുസുമപ്രിയ മഹദീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രദ്യഗ്രൂപ പരാകാശ പ്രാണദാ പ്രാണരൂപിണി മാതാണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണ്യസ്തരാജ്യദൂഹു ത്രിപുരേശി ജയസേന നിസ്ത്രൈഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർത്ഥിനി കലാമാല കാമദുഃഖാമരൂപിണി
കലാനിധി കാവ്യകലാരസജ്ഞാരസേവതി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാൽപര പാശഹസ്ത പാശകന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്ത അമൂർത്ത അനിത്യതൃപ്ത മുനിമാനസഹംസിയ സത്യവ്രത സത്യരൂപ സർവാന്തരാമനീ സതി ബ്രഹ്മാണി ബ്രഹ്മജന്നി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രി പ്രഗന്ധാജ്ഞാ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത് പീഠരൂപിണി കൃശൃംഖലാ വിവിക്തസ്ഥ വീരമാതാവിയത്പ്രസൂ മുകുന്ദാ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസ്സാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മമൃത്യുജരാ തപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽകുഷ്ട്യാ ശാന്തിനീതാ കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുഭ കൽപ്പനാരഹിത കാഷ്ട അകാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനത്കനകഥാഢങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുഗ്ധ മുഗ്ധാക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനിലയാ ത്രസ്താ ത്രിപരമാലിനി നിരാമയാ നിരാലംബ സ്വത്മാരാമാ സുധാശ്രുതി സംസാരഭംഗ നിർമക്ത സമുദ്രണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തൃ യജമാനസ്വരൂപിണി നിർമാധാരാധനാധ്യക്ഷാധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂട്ടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാന കലനാകല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധികാ തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥാ സ്വഭാവമദ്ര ധീര സമർച്ചിത ചൈതന്യാർക്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാരാധ്യ ദരസ്മേര മുഖാംബുജ കൗലിനി കേവല അനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേശി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരമോദാ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രീ വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ജാതിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മണി ധർമ്മവർത്തിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമ പ്രഖ്യാബാലാ ലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷഠ്യാ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശിവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി ൂനിബുദ്ധ്യാതികണ്ഠേശി ത്രിഗുണ അംബാ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥ പ്രധായിനി അഭ്യാദാസിജ്ഞാതാ ഷഡദ്വാതീത രൂപിണി അവ്യാജകരണാമൂർത്തിരജ്ഞാനദാന്തദീപിക ആബാലഗോപവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുരസുന്ദരി ശ്രീ ശിവാ ശിവശക്തൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യാ നാംനാം സഹസ്രകം ജഗുഃ ഇതി ശ്രീബ്രഹ്മാണ്ഡപുരാണേ ഉത്തരഖണ്ഡേ ശ്രീഹയഗ്രീവാഗസ്ത്യ സംവാദേ ശ്രീലളിതാ സഹസ്രനാമസ്തോത്രം സമ്പൂർണം. ഓം ശ്രീ ഓം വശിന്യാദി വാഗ്ദേവതാ ഋഷേഃ അനുഷ്ഠുപ്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ലോകാഃ